أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا أرحم الراحمين يا الله. സയ്യിദന്മാർ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയതുപോലെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ കുടുംബസമേതം ജന്നാത്തുൻ നഈമിൽ കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനെ വളർത്തിയ ഉയർത്തിയ ഇതിനെ അഭിവൃദ്ധിയിലേക്ക് നയിച്ച പലരും മരണപ്പെട്ടു. അല്ലാഹുവേ, ഈ സന്തോഷം അവരെല്ലാം ബർസഖി ലോകത്ത് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ കൂടെയുള്ള പലരും ഇപ്പോൾ രോഗികളോ പ്രായമുള്ളവരോ ഒക്കെ ആയി ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരണീയരായ ബാപ്പു ഉസ്താദ്, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ബാപ്പുട്ടി, അല്ലാഹുവേ അവരൊക്കെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നമ്മുടെ ഈ കാണുന്ന പള്ളി ഇത് നമുക്ക് തുടക്കത്തിൽ നിർമ്മിച്ച് പൂർത്തിയാക്കി തന്നത് അബൂദാബി ഷഹാമയിലുള്ള ഫാത്തിമ ഹജ്ജുമ്മ എന്നൊരു ഉമ്മയാണ്. ആ ഉമ്മയുടെ മകൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോൾ ആ മകന്റെ പേരിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഉമ്മയാണ് നമുക്ക് ഈ പള്ളി അന്ന് നിർമ്മിച്ചു തന്നത്. പിന്നീട് നമ്മൾ ചില ഭേദഗതികളൊക്കെ ചില സൗകര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. അല്ലാഹു തആല അടുത്ത കാലത്ത് ആ ഉമ്മയും മരിച്ചു, അവരുടെ വാപ്പയും മരിച്ചു, ഈ പള്ളി ഉണ്ടാക്കിയ മകൻ നേരത്തെ മരിച്ചു. അല്ലാഹു അവർക്കൊക്കെ നീ ദറജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഇതിന്റെ ഫലം അവർക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. ഈ പള്ളിയിൽ ഇതിന്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ആ ഉമ്മ 2 പ്രാവശ്യം ഇവിടെ വന്ന് സുജൂദ് ചെയ്തു പോയിട്ടുണ്ട്. അക്കാലത്ത് ഇവിടെയുള്ള പലർക്കും അത് ഓർമ്മയുണ്ടാകും. ഒരു പ്രാവശ്യം ആ ഉമ്മയുടെ പള്ളി കാണാൻ വേണ്ടി വന്നപ്പോൾ 1995-96 ആ സമയത്തൊക്കെ ആയിരിക്കും അതെന്ന് ഞാൻ ഓർക്കുന്നു. ഏതായാലും 2000-ന് മുമ്പാണ്. ധാരാളം സഹോദരിമാർ ഇതിന്റെ പരിസരത്തുള്ളവരൊക്കെ ആ ഉമ്മയെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ ആ ഉമ്മ അവരൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ചില സദഖയൊക്കെ ചെയ്തുകൊണ്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ പള്ളിയിലൊക്കെ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോൾ അവരൊക്കെ ഓർത്തുകൊണ്ട് പോകുന്നത് അവർ പ്രതീക്ഷിച്ചതാണ്, അവർ വിശ്വാസത്തോടു കൂടെ ആഗ്രഹിച്ചതാണ്. അല്ലാഹു തആല ഈ നാട്ടിലും മറുനാട്ടിലുമായി ഇതിന്റെ ഉയർച്ചയിലും വളർച്ചയിലും പങ്കാളികളായി മരണപ്പെട്ടുപോയ സഹോദരിമാരും സഹോദരന്മാരും അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ബഹുമാന്യരായ ഖലീൽ തങ്ങളുപ്പാപ്പ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. അവരൊക്കെ വലിയ തിരക്കുള്ള ആളുകളല്ലേ, അതനുസരിച്ചുള്ള സമയം അവരുടേത് നമുക്ക് ലഭിക്കും. അല്പം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്ത് നമ്മൾ ധാരാളം ഉദ്ഘാടനങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഒക്കെ ഉണ്ട്.
അല്ലേ? ഒരു ചാവി കൊടുത്തിട്ട് ഉദ്ഘാടനം, ഒരു നാട മുറിച്ചിട്ട് ഉദ്ഘാടനം, ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഉദ്ഘാടനം, അങ്ങനെ വിവിധങ്ങളായ ഉദ്ഘാടനങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ഉദ്ഘാടനം അതേതാണ്? ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ഉദ്ഘാടനം, ലോകത്തിന്റെ ഭൂതവും ഭാവിയും വർത്തമാനവും അറിഞ്ഞ് നിയന്ത്രിക്കുന്ന ഉടമസ്ഥനായ അല്ലാഹു. മനുഷ്യരെ പ്രമേയമാക്കിയുള്ള ഒരു ഭരണഘടന, ആ ഭരണഘടന ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനം അതൊരു അപൂർവത്തിൽ അപൂർവമാണ്. എന്താണ് ഖുർആനിന്റെ ഉദ്ഘാടനം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റബ്ബിന്റെ നാമത്തിൽ വായിക്കുക, പഠിക്കുക, പാഠം ഉൾക്കൊള്ളുക. ഇങ്ങനെ ഒരു ഉദ്ഘാടനം ഖുർആൻ അല്ലാത്ത മറ്റൊന്നിനും നമ്മൾ കാണാൻ കഴിയില്ല. മുസ്ലിങ്ങളായ നാം ഉണരണം. ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്ന ഉദ്ഘാടനം എന്താണ്? അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക, അല്ലാഹുവിന്റെ നാമത്തിൽ പഠിക്കുക. ഇതിനേക്കാൾ വലിയ ഒരു വിജ്ഞാനത്തിന്റെ ഉത്ബോധനം ലോകത്തെ മറ്റാർക്കാണുള്ളത്? വിശുദ്ധ ഖുർആനിന്റെ ഭരണഘടന മാത്രമാണ് അങ്ങനെ ഒരു ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. വിജ്ഞാനത്തിന്റെ, പഠനത്തിന്റെ, പഠിക്കുക, വീണ്ടും പഠിക്കുക, പഠിക്കുക, വീണ്ടും പഠിക്കുക, പഠിച്ചതനുസരിച്ച് അഭിവൃദ്ധിപ്പെടുക, പുരോഗമിക്കുക. ഇത് ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് അത്യപൂർവമായ ഒരു ഉദ്ഘാടനം ഖുർആൻ നിർവഹിച്ചത്. വായിക്കുക, പഠിക്കുക. എന്തൊരു ഉദ്ഘാടനമാണത്! ആ ഉദ്ഘാടനം ലഭിച്ചിരിക്കുന്ന നമ്മോട് ഖുർആൻ വ്യാഖ്യാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യൂസനു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ തൂക്കിക്കണക്കാക്കുന്ന മീസാനുണ്ട്. മീസാനിൽ എല്ലാം തൂക്കിക്കണക്കാക്കി പ്രതിഫലം ലഭിക്കും. അപ്പോൾ അവിടെ തൂക്കുന്ന രണ്ട് സാധനം, ഒന്ന് യൂസനു യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ മീസാനിൽ വരും. എന്താണ് വരുന്നത്? മിദാദുൽ ഉലമായി വദമുശ് ശുഹദാ, ആലിമീങ്ങളെ പേനയിലെ മഷിത്തുള്ളി മീസാനിൽ തൂക്കാൻ വേണ്ടി വരും. വദമുശ് ശുഹദാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വഹിച്ചിരിക്കുന്ന ആ ശുഹദാക്കളുടെ രക്തത്തുള്ളി അത് മീസാനിൽ വരും. ഈ രണ്ട് തുള്ളിയും മീസാനിൽ വന്നുകൊണ്ട് വരുമ്പോൾ ഉലമാക്കളെ മഷിത്തുള്ളി ശുഹദാക്കളെ രക്തത്തുള്ളിയേക്കാൾ എത്രയോ മടങ്ങ് ബഹുഭാരമാണ്. ശുഹദാഇന്റെ രക്തത്തുള്ളിയും ഉലമാഇന്റെ മഷിത്തുള്ളിയും മീസാനിൽ വരുമ്പോൾ, മീസാൻ എന്ന തുലാസിൽ ഉലമാഇന്റെ മഷിത്തുള്ളി അത് ബഹുഭാരമാകും. മിദാദുൽ ഉലമ, ഉലമാക്കളെ മഷിത്തുള്ളി അത്ര വലുതാണ്. ആ സമയത്ത് മഹ്ശർ വൻസഭയിൽ രണ്ട് കൂട്ടർ നിൽക്കുകയാണ്. ഉലമാക്കൾ നിൽക്കുന്നു, ശുഹദാക്കൾ നിൽക്കുന്നു. ശുഹദാക്കൾ ഉറക്കെ വിളിച്ചു പറയും, ഞങ്ങൾ ആലിമീങ്ങളായില്ലല്ലോ, ഞങ്ങൾ ആലിമീങ്ങളായില്ലല്ലോ, ഞങ്ങൾ ആലിമീങ്ങളായില്ലല്ലോ എന്ന് വിളിച്ചു പറയും. അപ്പോൾ ശുഹദാഇനേക്കാൾ വലിയ പദവി ലഭിക്കുക എന്നതാണ് ഇൽമ്, ഉലമാ എന്നത്. ഇതിനെ നാം മനസ്സിലാക്കണം. അതിന്റെ വ്യാഖ്യാനത്തിൽ ഹദീസ് വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ കൊടുക്കുന്നത് കാണും. എന്താണ് ആ വ്യത്യാസത്തിന് കാരണം? അത് ഒരു ഷഹീദാവുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തിലെ കുറഞ്ഞ സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയതാണ്, അല്ലേ? ഷഹീദാകുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. ഷഹീദാകുക എന്ന് പറഞ്ഞാൽ കൊല്ലത്തോട് കൊല്ലാണോ? ഷഹീദാകാൻ ഒറ്റ വെട്ട് കിട്ടി, യാ അല്ലാഹ് ഷഹീദായി. ഷഹീദാകാൻ 1 മിനിറ്റ് മതി, ഷഹീദാകാൻ 1 സെക്കൻഡ് മതി, ഷഹീദാകാൻ കുറഞ്ഞ സമയം മതി. ആലിമാവാനോ, ആലിമാകാൻ ആയുഷ്കാലം മുഴുവനുമാണ്. ആയുഷ്കാലം മുഴുവനും പഠിച്ചാൽ ഇൽമു തീരുമോ?
ആയുഷ്കാലം മുഴുവനും പഠിച്ചാൽ ഇൽമു തീരുമോ? ഒന്ന്. ശുഹദാഇനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയത് അവർക്ക് മാത്രമാണ്. ഉലമാഇന് കിട്ടിയതോ? നമ്മളൊക്കെ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന കിതാബ് അത് ഏത് ആലിം എഴുതിയതാണ്? എത്ര കാലം മുമ്പ് എഴുതിയതാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി രചിച്ചിട്ട് നൂറ്റാണ്ടുകൾ എത്രയായി? ലോകത്ത് ഇപ്പോഴും ആ ഇൽമ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അല്ലാഹു അല്ലാഹ്. അങ്ങനെ പരമ്പരയായി നോക്കൂ നിങ്ങൾ. ആ മശിത്തുള്ളിയുടെ ഗൗരവം, ആ മശിത്തുള്ളിയുടെ പ്രാധാന്യം എത്രയാണ്? അതുകൊണ്ടാണ് അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടുള്ള സംസാരമധ്യേ നബി തങ്ങൾക്ക് വഹയി കിട്ടി. നബിയെ, തങ്ങൾ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, അയാളെ മരണം അടുത്തിട്ടുണ്ട്, അയാൾക്ക് ഇനി ഭൂമിയിൽ കുറഞ്ഞ മണിക്കൂറേ ബാക്കിയുള്ളൂ. ആ വിവരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അപ്പോൾ തന്നെ ആ സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അടുത്ത സമയത്ത് മരിക്കും എന്നെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മളാണിച്ചാല് അങ്ങേ അറ്റത്തെത്തിയാലും മൂപ്പരെ അറിയിച്ചിട്ടില്ല എന്നാ പറയാ അല്ലേ? നമ്മൾ പലപ്പോഴും പല ആളുകളെ രോഗം കാണാൻ വേണ്ടി പോയാൽ ഗേറ്റിങ്ങ തന്നെ നിൽക്കണ്ടാവും, മക്കളോ ബന്ധപ്പെട്ടോലൊക്കെ, ഉസ്താദെ മൂപ്പരെ അറിയിച്ചിട്ടില്ല കേട്ടോ, മൂപ്പർക്ക് പിന്നെ ക്യാൻസറാണ്, പിന്നെ മറ്റേ ഇത് മാറ്റി വെക്കണം എന്ന് നിൽക്കുന്നത്, മൂപ്പരെ അറിയിച്ചിട്ടില്ല. എന്താ മൂപ്പരെ അറിയിച്ചാൽ വരാൻ പോണത്? തൗബ ചെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ ആണോ? മൂപ്പരെ അറിയിച്ചാൽ ഹക്കടപാടുകളൊക്കെ പറയുമെന്ന് വിചാരിച്ചിട്ടാ ആണോ? ഒരാൾക്ക് എന്താണ് രോഗമെങ്കിൽ ക്രമേണ അയാളെ അത് അറിയിക്കണ്ടേ? അറിയിക്കാതിരുന്നിട്ട് എന്താണ് കാര്യം? അറിയിക്കല്ലേ വേണ്ടത്. അയാൾക്ക് എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ പഞ്ചാര ഒഴിവായിക്കോളും, എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ മാംസം ഒഴിവായിക്കോളും, എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ അയാൾ ഉറക്കയിൽ ഒഴിവായിക്കോളും, എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ അയാളെ ആരോഗ്യത്തെ കാക്കാൻ അയാൾക്ക് പറ്റും, അയാളെ ഹക്കാട് പാടുകൾ പറയാൻ പറ്റും, അയാളെ വസിയത്തുകൾ പറയാൻ പറ്റും, എന്തെല്ലാം ഉപകാരമുണ്ട്. പിന്നെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളില്ലേ, മരിക്കാൻ പോണ ആളാണ്, അടുത്ത സമയത്ത് മരിക്കും. നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വഹയി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അടുത്ത സമയത്ത് മരിക്കും. അതാണ് വിവരം കൊടുത്തു. നമ്മളെ പോലെ അല്ലല്ലോ സ്വഹാബി. വിവരം കിട്ടിയപ്പോ മൂപ്പര്, പടച്ചോനെ എന്റെ കുട്ടിയൊക്കെ ഞാനാണ്, പെരപ്പണി തീർന്നിട്ടില്ലല്ലോ, മോളെ പ്രസവം എടുത്തതാണല്ലോ, പടച്ചോനെ എന്ത് കട്ടക്കാല ഞാൻ കേട്ടത് റബ്ബേ, അങ്ങനത്തെ യാതൊരു വിഷയം ആ സ്വഹാബിക്കല്ല. മൂപ്പര് കൂളായിട്ടൊന്ന് പുഞ്ചിരിച്ചു. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇനി ഭൂമിയിൽ എനിക്ക് ബാക്കിയുള്ള സമയം എത്രയാണെങ്കിലും ആ സമയത്ത് അള്ളാഹു ഏറ്റവും പൊരുത്തപ്പെട്ട കാര്യം അത് ഞാൻ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് നബിയേ? പഠിക്കണം നമ്മൾ. പ്രായമുള്ള എത്രയോ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ തൊട്ടടുത്തൊരു പള്ളിയും അവിടെ ഒരു ഉസ്താദും ഉണ്ട്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ പോയിട്ട് ഉസ്താദിനോട്, ഉസ്താദെ ഒരു മസ്അല ഞങ്ങൾക്ക് എല്ലാ ഒക്കത്തിലും പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് ഒരു മുതഅല്ലിമായി മരിക്കാൻ നോക്കുക. എത്ര വലിയ ശ്രേഷ്ഠതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബിയെ, ഇനി ബാക്കിയുള്ള സമയം എത്രയാണെങ്കിലും അതിൽ ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഇൽമ. അല്ലാമ റാസി അത് രേഖപ്പെടുത്തിയത് കാണാം. നിങ്ങൾ ഇൽമു തെരഞ്ഞെടുത്തോ മുഹമ്മദ് മുസ്തഫ. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. അല്ലാമ റാസി റളിയല്ലാഹു അൻഹു അവിടെ മറ്റൊരു സംഭവം കൊടുക്കുന്നുണ്ട്. അതെന്താണ്? വല്ലാത്തൊരു സംഭവം. എന്താണത്? അദ്ദുനിയാ ബുസ്താൻ. ഭൂമി ഒരു പൂന്തോപ്പാണ്. ഭൂമി ഒരു പൂന്തോപ്പാണ്. അഞ്ച് ഘടകങ്ങളെ കൊണ്ട് അല്ലാഹു തആല ഭൂമിയുടെ പൂന്തോപ്പ് എന്ന രീതിയിൽ അതിന്റെ ഘടനാത്മകമായി അതിനെ സന്തോഷകരമായി നിലനിർത്തുന്നതിൽ 5 പ്രധാനപ്പെട്ട തൂണുകളാണ്, 5 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അദ്ദുനിയാ ബുസ്താൻ, ഭൂമി ഒരു പൂന്തോപ്പാണ്. 5 ഘടകങ്ങളെ കൊണ്ട് അല്ലാഹു അതിനെ ക്രമാനുസൃതമായി നിലനിർത്തി പോരുകയാണ്. ഒന്നാമത്തത് ഇൽമുൽ ഉലമാ, അറിവുള്ള പണ്ഡിതന്മാർ. അറിവുള്ള പണ്ഡിതന്മാർ. ഇന്ന് നിങ്ങൾ നോക്കൂ,
പാണ്ഡിത്യത്തിന് നിറകുടങ്ങളെ ആവശ്യമുള്ള കാലഘട്ടമാണ്. കാലം ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നങ്ങൾ പുതിയത് ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലേ? ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നടപടികളെ കുറിച്ച് ഇപ്പോൾ ധാരാളം ചർച്ച നടക്കുകയാണ്. ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നടപടികളെ കുറിച്ച് ധാരാളം ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ, ഇന്ത്യ പോലത്തെ ഒരു ബഹുസ്വര സമൂഹത്തിൽ എന്തായിരിക്കും ഇസ്ലാമിന് പറയാനുള്ളത്? അത് കേൾക്കാൻ, അതിനൊക്കെ ചോദ്യങ്ങളും ഉപചോദ്യങ്ങൾക്ക് മറുചോദ്യങ്ങളും ഇങ്ങനെ നടക്കുന്ന ഒരു കാലത്ത് പഠിച്ചിരിക്കുന്ന ആള് വേണ്ടേ? ഇസ്ലാമിലെ മുനാക്കഹാത്ത്, വൈവാഹിക ജീവിത രീതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ധാരാളമായി നടക്കുകയാണ്. അതിന് വിവരങ്ങൾ ഉള്ളവർ വേണ്ടേ? ഇസ്ലാമിലെ അനന്തരാവകാശം, ഒരു പെണ്ണ് അവൾ മകളാകുമ്പോൾ, പെങ്ങളാകുമ്പോൾ, അവൾ സഹധർമ്മിണിയാകുമ്പോൾ, അവൾ ഉമ്മയാകുമ്പോൾ, അവൾ ഉമ്മമ്മയാകുമ്പോൾ, അവൾ നിസ്കാരമുറിയിലാകുമ്പോൾ, അവൾ കുടുംബത്തിന്റെ കൂടെ ആകുമ്പോൾ, അവൾ മണിയറയിലാകുമ്പോൾ, അവൾ ഹജ്ജ് പോലത്തെ ഒരു യാത്രയിലാകുമ്പോൾ, അവരൊരു വ്യായാമ സ്ഥലത്താകുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ചർച്ചകൾ ധാരാളമായി നടക്കുകയാണ്. ആധികാരികമായി പറയാൻ കെൽപ്പുള്ള പണ്ഡിതന്മാര് വേണ്ടേ? ഭൂമി അതിന്റെ ഘടനാത്മകമായി നിലനിൽക്കാൻ, ഭൂമുഖത്ത് സമാധാനപരമായി താമസിക്കാൻ അറിവുള്ള പണ്ഡിതന്മാർ, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇബാദത്തുൽ ഉബ്ബാദ്, അല്ലാഹ് 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 ഇബാദത്തിലായി കഴിയുന്ന നല്ല മനുഷ്യന്മാർ. മൂന്നാമത്തേത് ഏതാണ്? അദ്ലുൽ ഉമറാ, നീതിമാന്മാരായ ഭരണാധികാരി. ഭരണാധികാരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി, ഓരോരുത്തരും ഭരണാധികാരികളാണ് അല്ലേ? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി, രാജ്യത്തെ കലക്ടർ, അങ്ങനെ ഭരണാധികാരികളുണ്ട്. അതേ സമയത്ത് കുടുംബത്തിന്റെ നാഥൻ ഭരണാധികാരിയാണ്, ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാൾ ഭരണാധികാരിയാണ്, ഒരു മദ്രസയുടെ സദർ ഭരണാധികാരിയാണ്, ഒരു കുടുംബത്തിലെ പിതാവ് ഭരണാധികാരിയാണ്. കുല്ലുക്കും റായിൻ അല്ലേ? അദ്ലുൽ ഉമറാ, നീതിമാന്മാർ. ഒരാൾക്ക് 10 മക്കളുണ്ട്, 6 പെൺകുട്ടികളും 4 ആൺമക്കളും. എല്ലാ മക്കളോടും ബാപ്പ നീതി കാണിക്കണം, എല്ലാ മക്കളോടും നീതി കാണിക്കണം അല്ലേ? ഒരു മകന് നല്ല വരുമാനം, മറ്റേ മകന് വരുമാനമില്ല. അവിടെ വരുമാനം ഉള്ളവരോട് ഒരു പ്രത്യേക ചിരിയും കളിയും ഒരു ആദരവും ഒക്കെ കൊടുത്തുകൊണ്ടും വരുമാനം ഇല്ലാത്തവനെ അവഗണിച്ചുകൊണ്ടും അതൊരു പിതാവിൽ നിന്ന് പാടില്ല. അതിൽ നടപ്പാക്കണം. ആൺകുട്ടികൾക്കൊരു പരിഗണന, പെൺകുട്ടികൾക്കില്ല. പെൺകുട്ടികൾക്കൊരു പരിഗണന, ആൺകുട്ടികൾക്കില്ല. ഇങ്ങനെയല്ല. ഒരു പിതാവ് ഭരണാധികാരിയാണ്. അദ്ലുൽ ഉമറാ, നീതിമാന്മാരായിരിക്കണം ഭരണാധികാരികൾ. അതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്. അല്ലാഹു റബ്ബി അമാനത്തു തുജ്ജാർ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്? അമാനത്തു തുജ്ജാർ. ഇവിടെ ധാരാളം സാധനങ്ങൾ ആ കച്ചവടക്കാരുടെ കച്ചവടത്തിൽ നിന്നാണ് ആളുകൾക്ക് ലഭിക്കുന്നത്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സന്തോഷം വന്നാണഞ്ഞു ബദറുദിച്ചു പാണ്ടിക്കാട്ടേക്ക്, സദരം വന്നിടുന്നു അൻസാറിന്റെ തിരുമുറ്റത്തേക്ക്. സന്തോഷം വന്നാണഞ്ഞു ബദറുദിച്ചു പാണ്ടിക്കാട്ടേക്ക്, സദരം വന്നിടുന്നു അൻസാറിന്റെ തിരുമുറ്റത്തേക്ക്. അറിവുകളാലത്തിങ്ങും കർമ്മവീതിയിൽ, അതിരുകളിൽ ജ്ഞാനധർമ്മപാതയിൽ. ശൈഖ് വാപ്പുസ്താദിൻ സ്വപ്നം പൂവണിയുന്നേ, വന്യവണ്ടോരുസ്താദോര് തണലും തരുന്നേ. ശൈഖ് വാപ്പുസ്താദിൻ സ്വപ്നം പൂവണിയുന്നേ, വന്യവണ്ടോരുസ്താദോര് തണലും തരുന്നേ. വെൽക്കം ബദറു സദാത് ടു ദി ക്യാമ്പസ്. സന്തോഷം വന്നാണഞ്ഞു ബദറുദിച്ചു പാണ്ടിക്കാട്ടേക്ക്, സദരം വന്നിടുന്നു അൻസാറിന്റെ തിരുമുറ്റത്തേക്ക്. സന്തോഷം വന്നാണഞ്ഞു ബദറുദിച്ചു പാണ്ടിക്കാട്ടേക്ക്, സദരം വന്നിടുന്നു അൻസാറിന്റെ തിരുമുറ്റത്തേക്ക്.